മുന്നണി വിടുന്നതിൽ സസ്പെൻസ് ഇട്ടുകൊണ്ട് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ്. നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് മുൻപാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അതിൽ തിരുത്തലും വരുത്തി ഒരു താൽക്കാലിക അടവു നയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. UDF-ലേക്കുള്ള നീക്കത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പരസ്യ നിലപാട് എടുത്തേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. റോഷിബാൽ ചേരുന്നു. റോഷിബാൽ, ആദ്യം പോസ്റ്റിൽ കൂട്ടായ തീരുമാനമെടുക്കുമെന്നായിരുന്നു, പിന്നീട് ഒറ്റക്കെട്ടായി മുന്നോട്ടെന്ന നിലയിലേക്ക് ആ പോസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഏതായാലും അതൊരു പരസ്യ പ്രതികരണം, അല്ലെങ്കിൽ ഈ ചർച്ചകൾ വാർത്തകളൊക്കെ വരുമ്പോൾ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് നമുക്ക് കാണാം. ചർച്ചകൾ പക്ഷേ എങ്ങനെയാണ് നടക്കുന്നത്? ജോസിനൊപ്പം 3 MLA-മാർ എന്ന് മനസ്സിലാക്കുന്നു. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മറുവിഭാഗം അവിടെ LDF-ൽ തന്നെ തുടരണമെന്ന് ഉറച്ചു നിൽക്കുമ്പോൾ എന്താണ് ഇനിയുള്ള നീക്കങ്ങൾ? വിനിത, UDF നേതൃത്വം മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി 3 നേതാക്കളെയാണ് കോൺഗ്രസിൽ ചുമതല നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചില കക്ഷികളുമായി നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി മുൻ പ്രതിപക്ഷ നേതാവ് AICC വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഈ 3 പേരും ചേർന്ന് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുമായി കൂടിയാലോചന നടത്തിയാണ് ഓരോ കക്ഷികളുമായി കോൺഗ്രസിനകത്ത് UDF-മായി ചേർന്നു പോകാൻ താല്പര്യമുള്ള കക്ഷികൾ, കോൺഗ്രസിൽ ചേരാൻ താല്പര്യമുള്ള നേതാക്കൾ, ഇവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-ന്റെ ആശയങ്ങളോട് അനുകൂലിക്കുന്നവർ, കോൺഗ്രസിന്റെ ആശയങ്ങളോട് അനുകൂലിക്കുന്നവരെയൊക്കെ ചേർത്ത് നിർത്താനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. അങ്ങനെയാണ് കേരള കോൺഗ്രസ്, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങളിലടക്കം LDF സർക്കാർ കൃത്യമായി നല്ല സമീപനമല്ല, അല്ലെങ്കിൽ അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് കേരള കോൺഗ്രസ് എത്തുന്നത്. ആ സാഹചര്യത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ് ഇങ്ങനെയൊരു നീക്കങ്ങൾക്ക് വേഗത കൂട്ടിയത്. കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ ഒറ്റക്കെട്ടായി തന്നെ ചർച്ചകൾ നടത്തി. ആ ചർച്ചകൾക്കൊടുവിലാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസും UDF-ലേക്ക് വരുമെന്ന സൂചന വന്നത്. ഏതായാലും 16-ാം തീയതി നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നിർണായകമാണ്. ആ യോഗത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഇനി പാർട്ടി നേതാക്കളെ ജോസ് കെ മാണിക്ക് ഈ കാര്യങ്ങൾ ധരിപ്പിക്കണം, എന്തുകൊണ്ട് UDF-ലേക്ക് തിരിച്ചു പോകണം എന്നതിനെക്കുറിച്ചുള്ള ആ സാഹചര്യം ആ പ്രവർത്തകരെയും നേതാക്കളെ ബോധ്യപ്പെടുത്തണം. അത്രമാത്രമാണ്. കോൺഗ്രസ് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, നൽകേണ്ട ഉറപ്പുകൾ നൽകി. എത്ര സീറ്റ് എവിടെയൊക്കെ എന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു. ഇനി ചില ചർച്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒപ്പം PJ ജോസഫിനെ അനുനയിപ്പിക്കണം. പാലാ സീറ്റ് അടക്കം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. വലിയൊരു പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വേരുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം നിർത്തേണ്ടത് അനിവാര്യമാണെന്ന വിലയിരുത്തലിലേക്കാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു രഹസ്യ നീക്കം നടത്തിയത്. ചർച്ചകളൊക്കെ രഹസ്യമായിരുന്നു. മാധ്യമങ്ങളിലേക്ക് എത്താതിരിക്കാൻ, വിവരങ്ങൾ ചോരാതിരിക്കാൻ ജാഗ്രത പാലിച്ചു നേതാക്കൾ. കാരണം ഈ തവണ ഭരണം പിടിക്കേണ്ടതിന് അനിവാര്യത, അത് ബോധ്യമുണ്ട്. ഹൈക്കമാൻഡിന്റെ കർശന നിരീക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് ശക്തമായ മുന്നേറ്റത്തിന് കേരള കോൺഗ്രസ് മാണി വിഭാഗം എത്തണം. എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണെന്ന് കോൺഗ്രസ് പറയുന്നു. അതിനപ്പുറത്തേക്ക് മാണി വിഭാഗത്തിനും LDF-നകത്ത് അസംതൃപ്തിയുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായാലും 16-ാം തീയതി ചേർന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി നിർണായകമാകും. നിലവിൽ ഇങ്ങനെ കേരള കോൺഗ്രസിനകത്തുള്ള നേരിയ ഭിന്നതകൾ, ആ ഒരു കാരണത്താലാണ് ഇങ്ങനെ ഒരു വിശദീകരണവുമായി ജോസ് കെ മാണി രംഗത്ത് വരാൻ കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നു.